ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു യമ്മി ആയിട്ടുള്ള സ്വീറ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഇലയുടെയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒരു ഗ്ലാസ് പൊന്നിയരിയാണ് എടുക്കുന്നത്, 6 പീസ് വെല്ലം എടുത്തിട്ടുണ്ട്, ഒരു തേങ്ങ ചിരവിയത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എടുത്ത 6 പീസ് വെല്ലത്തെ അരിച്ച് മാറ്റി വെക്കണം. അപ്പം നമ്മൾ മാറ്റി വെച്ച 6 പീസ് വെല്ലം അലിയിച്ചെടുത്ത ഇതാണ്. നമ്മൾ ഇതുപോലെ ഈ വെള്ളപ്പാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നൂൽ പരുവം പോലെ ആവണം, അതായത് വെള്ളത്തിൽ മിക്സ് ആവാൻ പാടില്ല, അങ്ങനെ നിൽക്കണം. അപ്പം ഇതാണ് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. ഈ പാവിലോട്ട് കുറച്ച് ആയിട്ട് തേങ്ങ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഇൻഗ്രീഡിയൻറ്റ് പൊന്നിയരി. അപ്പോൾ ഇത് നമ്മൾ 2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ തേങ്ങയും വെല്ലും ആയിട്ടുള്ള മിക്സിലോട്ട് നമ്മൾ ഒരു 2-3 കാഷ്നട്ട്സ് ഇട്ടിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഈ മിക്സ് ഇവിടെ റെഡിയായി. അപ്പം നമ്മളൊരു പാനിലോട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാനിലോട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരച്ച് വെച്ച പൊന്നിയരി അരച്ച് വെച്ച ആ മിക്സ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് സ്വല്പം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മാവ് നന്നായിട്ട് കട്ടിയാവുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം, കൈവിടാതെ ഇളക്കണം. മാവ് ഇതുപോലെ നല്ല ഈ ഒരു പാകം ആവുമ്പോൾ നല്ല കട്ടിയിൽ വരുന്നുണ്ടല്ലോ, അപ്പം ഈ പാകം ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മിക്സ് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇത് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനുള്ള മിക്സ് കുഴക്കാനായിട്ട് പറ്റുള്ളൂ. അതിൽ പുരട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾ മാറ്റി വെച്ച മാവ് ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം. ഇതുപോലെ പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നല്ലോണം 1 സ്പൂണ് നമ്മൾ ഈ തേങ്ങയും വെല്ലവും ചേർത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് പൊതിഞ്ഞു കൊടുക്കണം. ഇനി ഇതിൽ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ നമ്മൾ അടിയിൽ വെള്ളം വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ബാക്കി എല്ലാം ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം ആവിയിൽ വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോഴേ ഞങ്ങളുടെ ചാനലിലെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ താങ്ക് യു, ബൈ.